പ്ലാച്ചിമടയിലെ സാമ്പ്രായത്വ വിരുദ്ധ പോരാട്ടം മലയാളം കണ്ട കേരളം കണ്ട ഏറ്റവും ഉജ്ജ്വലവും ധീരവുമായ സമരത്തിന് കൊക്കക്കോളക്കെതിരായി നടന്ന ഐതിഹാസികമായ സമരത്തിന് നേതൃത്വം കൊടുത്ത മൈലമ്മയുടെ 18ാം ചരമവാർഷിക ദിനമായ ഇന്ന് കോട്ടയം പ്രസ് ക്ലബ്ബിൽ വെച്ചിട്ട് മൈലമ്മ ഫൗണ്ടേഷന്റെ മുൻകൈയിൽ സംഘടിപ്പിച്ച മൈലമ്മ അനുസ്മരണ സമ്മേളനത്തിൽ പ്രധാനമായും 2 കാര്യങ്ങളാണ് തീരുമാനിച്ചത്. അതിലൊന്ന്, മൈലമ്മയുടെ 18ാം അനുസ്മരണ ദിനത്തിൽ ഞങ്ങൾ പ്രധാനമായും മൈലമ്മയുടെ മരണത്തിൽ ദുരൂഹത ഉണ്ട് എന്ന് പൊതുസമൂഹത്തോട് പറയാൻ തുടങ്ങിയിട്ട് 18 വർഷത്തോളം പഴക്കമുണ്ട്. അത് കൂടുതൽ സമൂഹത്തിനകത്ത് ചർച്ച ചെയ്യപ്പെടുകയും മൈലമ്മയുടെ മരണത്തിന്റെ ദുരൂഹത നീക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളെക്കുറിച്ച് പൊതുമണ്ഡലത്തിൽ സജീവമായി ഇടപെടുവാനാണ് പ്രധാനമായും തീരുമാനിച്ചത്. മറ്റൊന്ന്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതുപോലെ പ്ലാച്ചിമടയിലെ നഷ്ടപരിഹാരത്തിന്റെ തദ്ദേശവാസികൾക്ക് നൽകേണ്ട നഷ്ടപരിഹാരത്തിന്റെ കൊക്കക്കോള കമ്പനി നൽകേണ്ട നഷ്ടപരിഹാരത്തിന്റെ കേരള നിയമസഭ ഐക്യകണ്ഠേന പ്രമേയം അവതരിപ്പിച്ച് പാസ്സാക്കിയെടുത്ത് രാഷ്ട്രപതിയുടെയും കേന്ദ്ര ഗവൺമെന്റിനെയും അംഗീകാരത്തിന് വേണ്ടി അയച്ചിട്ടുള്ള നഷ്ടപരിഹാര ബിൽ അത് നടപ്പിലാക്കി എടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി കോൺഗ്രസിനോട് അവരുടെ പ്രകടന പത്രികയിൽ അത് നടപ്പിലാക്കണമെന്ന് പറയുകയുണ്ടായി. UDFന്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രകടന പത്രികയുടെ നിർമ്മാണ ഘട്ടത്തിലാണ് ഉള്ളതെങ്കിലും അവരോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്, ഐക്യജനാധിപത്യ മുന്നണി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ പ്ലാച്ചിമടയിലെ തദ്ദേശവാസികൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന ആ നഷ്ടപരിഹാരം കൊക്കക്കോള കമ്പനിയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത് ഈടാക്കിക്കൊണ്ട് തദ്ദേശവാസികൾക്ക് നൽകാനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവും, അത് നൽകുമെന്ന് കോൺഗ്രസും UDF ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിലെ ജനങ്ങളോട് ഉറപ്പ് നൽകേണ്ടതുണ്ട്, ഉറപ്പ് പറയേണ്ടതുണ്ട്. അത് മാത്രമല്ല, അവരുടെ പ്രകടന പത്രികയിൽ കൃത്യമായി അത് രേഖപ്പെടുത്തണമെന്നും പ്രകടന പത്രിക നടപ്പിലാക്കണമെന്നും ഞങ്ങൾ അവരോട് ആവശ്യപ്പെടുകയാണ്. അതിനുവേണ്ടി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തോടും പ്രത്യേകിച്ച് അതുപോലെ തന്നെ മുസ്ലിം ലീഗ് നേതൃത്വത്തിനോടും അതുപോലെ തന്നെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെയൊക്കെ നേരിട്ട് കാണാനും ഇന്ന് കോട്ടയത്ത് ചേർന്ന മൈലമ്മ അനുസ്മരണ സമ്മേളനം തീരുമാനിച്ചു. ഈ 2 കാര്യങ്ങളാണ് മൈലമ്മയുടെ 18ാമത് ചരമവാർഷിക ദിനത്തിൽ മൈലമ്മ ഫൗണ്ടേഷൻ കേരളീയ സമൂഹത്തോട് പറഞ്ഞു വെക്കുന്നത്. കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിനകത്ത് മൈലമ്മയുടെ ദുരൂഹമായ മരണവും അതിനുശേഷമുള്ള ഷാജി ചലക്കാടിൻ്റെ മരണവും അടക്കം അന്വേഷിക്കണം എന്നും കൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പ്ലാച്ചിമടയിലെ നഷ്ടപരിഹാരത്തിന്റെ കാര്യം സംസാരിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നത്, 1ാം പിണറായി സർക്കാരിന്റെ ആ സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ വളരെ വ്യക്തമായി സുവ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ പ്ലാച്ചിമട നഷ്ടപരിഹാര ബിൽ പാസ്സാക്കും, തദ്ദേശവാസികൾക്ക് നഷ്ടപരിഹാരം നൽകും എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആദ്യത്തെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കിയില്ലെന്ന് മാത്രമല്ല, ഈ ആവശ്യവുമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പലതവണ കാണാൻ ശ്രമിച്ചിട്ടും പ്ലാച്ചിമട സമരസമിതിയെ മൈലമ്മ ഫൗണ്ടേഷനെ മുഖ്യമന്ത്രി ഒന്ന് കാണാൻ പോലും തയ്യാറായിട്ടില്ല എന്നതും കൂടി ഞങ്ങൾ ഈ സമയത്ത് കേരളത്തിലെ പൊതുമനസാക്ഷിയെ അറിയിക്കുകയാണ്. 2ാം പിണറായി സർക്കാരിന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്ലാച്ചിമട നഷ്ടപരിഹാര കാര്യമേ പരാമർശിച്ചിട്ടില്ല. ആ ഘട്ടത്തിലാണ് 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം സജീവമായി ചർച്ച ചെയ്യപ്പെടണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ പൊതുസമൂഹത്തോട് ഞങ്ങളത് ആവശ്യപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പ്ലാച്ചിമടയിലെ സമരത്തിന്റെ ദീർഘമായ സമരചരിത്രത്തിൽ അലിയാർ രാമദാസ് അടക്കമുള്ള സ്വാമിനാഥൻ അടക്കമുള്ള നിരവധി പേർ
ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടിട്ടുണ്ടോ എന്നുകൂടിയും ഞങ്ങൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് അറിയിക്കുകയാണ്. മൈലമ്മയുടെ മരണം സംഭവിക്കുന്നത് ഞങ്ങൾ മൈലമ്മ രോഗബാധിതനായ ഘട്ടത്തിൽ തന്നെ ഇതൊരു ദുരൂഹതയുണ്ട് എന്ന് സമരസമിതിയും ഐക്യദാർഢ്യ സമിതിയും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൈലമ്മ ഇന്ത്യയിലെ ഒരു വലിയ ഒരു കോർപ്പറേറ്റ് മാധ്യമ സ്ഥാപനത്തിൻ്റെ അവാർഡ് സ്വീകരിക്കുന്നു. അവാർഡ് മൈലമ്മക്ക് പ്രഖ്യാപിക്കുന്നു. അത്തരം അവാർഡുകൾ സ്വീകരിക്കേണ്ടതില്ല എന്ന് സമരസമിതി തീരുമാനിക്കുന്നു. പക്ഷേ സമരസമിതിയുടെ മേൽ ചില ആളുകൾ, വളരെ സ്വാധീനമുള്ള ചില ആളുകൾ സമരസമിതിയുടെ മേലെ സമ്മർദ്ദം ചെലുത്തുന്നു. ഒടുവിൽ മൈലമ്മ അവാർഡ് സ്വീകരിക്കാൻ തയ്യാറാവുന്നു. സമരസമിതി തീരുമാനിക്കുന്നു. അങ്ങനെ അവാർഡ് സ്വീകരിക്കുന്നതിന് വേണ്ടി ഡൽഹിയിലേക്ക് പോവുകയാണ്. ഡൽഹിയിൽ പോകുന്ന അവാർഡ് വാങ്ങുന്നു. അവാർഡ് വാങ്ങിയതിന് ശേഷം മൈലമ്മക്ക് പ്രത്യേക റൂമിൽ നിന്ന് ഭക്ഷണം നൽകുന്നു. ഷാജി ചേലക്കാട് അതേ ഭക്ഷണം കഴിച്ചിട്ട് അവിടെ വൊമിറ്റ് ചെയ്താണ് തളർന്നു പോവുകയാണ്. തുടർന്ന് മൈലമ്മ നാട്ടിലേക്ക് വന്നപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങൾക്ക് തന്നെ മൈലമ്മയുടെ ശരീരത്തിൽ മൈലമ്മയുടെ രോഗം സോറിയാസിസിന് സമാനമായ, അതിലും ഭീകരമായ, അതിലും ഭയാനകരമായ രോഗം മൈലമ്മയെ പിടികൂടുകയാണ്. ഇതേ രോഗം വന്നിട്ടാണ് 4-5 വർഷം മുമ്പ് ഷാജി ചേലക്കാട്ട്, അന്ന് മൈലമ്മയുടെ കൂടെ ഡൽഹിയിൽ പോയ പ്ലാച്ചിമട സമര ഐക്യദാർഢ്യ സമിതിയുടെ കൺവീനറായിരുന്ന ഷാജി ചേലക്കാടും മരിക്കുന്നത് ഇതേ രോഗബാധിതനായി. സ്വാമിനാഥൻ, വേലൂർ സ്വാമിനാഥൻ കൺവീനറുടെ മരണത്തിൽ, ആലിയ രാമദാസിന്റെ മരണത്തിൽ ഒക്കെ പ്ലാച്ചിമട സമരത്തിന്റെ മുൻകൈയെടുത്ത ആളുകൾ, ചില ആളുകളുടെ ദുരൂഹ മരണം ഈ 18 വർഷങ്ങൾക്ക്, മൈലമ്മയുടെ മരണത്തിന്റെ 18 വർഷങ്ങൾക്ക് ശേഷവും ഞങ്ങളെ വല്ലാണ്ട് അലട്ടുന്നുണ്ടെന്ന് മാത്രമല്ല, ആ മരണത്തെക്കുറിച്ച് ഒരു വ്യക്തത വേണമെന്നും ഈ ബന്ധപ്പെട്ട ഏജൻസികളോട്, സർക്കാരോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. മൈലമ്മ, ഷാജി ചേലക്കാട്ടിൽ, രാംദാസ്, സ്വാമിനാഥൻ എന്നീ 4 ആളുകളുടെ മരണത്തെക്കുറിച്ചും കൃത്യമായ സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യപ്പെടുകയാണ് മൈലമ്മ ഫൗണ്ടേഷൻ.